നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജി, പ്രോണോളജി, നാമശാസ്ത്രം, പെൻഡുലം സയൻസ്, ഫെങ്ഷുയി, വാസ്തുശാസ്ത്രം ഇങ്ങനെയുള്ള ഓക്കൾട്ട് സയൻസ് കൈകാര്യം ചെയ്യുന്നു. ഈ കഴിഞ്ഞിടയിൽ ധാരാളം കൊലപാതകങ്ങൾ ഈ 2025 കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം അതിദാരുണമായ മൃഗീയമായ കൊലപാതകങ്ങളായിരുന്നു. കുറച്ച് ആൾക്കാർ എന്നോട് വാട്സപ്പിൽ ചോദിച്ചിരുന്നു, അവയെക്കുറിച്ചൊക്കെ ഒരു യൂട്യൂബ് ചെയ്യില്ലേ, ചാനൽ ചെയ്യില്ലേ എന്ന് ധാരാളം പേര് ചോദിച്ചിരുന്നു. ഞാൻ മനഃപൂർവ്വം ആ ഭാഗത്തേക്ക് മാറാതിരുന്നതാണ്. കാരണം ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾക്കൊരു മതിപ്പുണ്ടാകണമല്ലോ. നമ്മളെല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യണം. ഏത് കാര്യമായാലും നിങ്ങൾ അതിൽ ചെയ്യണം. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യ പോലീസ് സംഘടനയാണ് ഇസ്രായേലിൻ്റെ മൊസാദ്. അറിയാം നമുക്ക്. അവരെവിടേക്കാണ് നമ്മളുടെ കൂട്ടത്തിലും ഉണ്ടാകാം. അവരെന്ത് കാര്യവും അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കും. അവരെ വെല്ലുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ ഈ കൊലപാതകം നടക്കുമ്പോൾ ഓരോരോ യൂട്യൂബും ഓരോരുത്തരും ചെയ്യുന്നത്. വാർത്തകളെ വളച്ചൊടിക്കുകയാണ് സത്യത്തിലത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പൈ വർക്കേഴ്സാണ് റിസർച്ച് ആൻഡ് അനലൈസിസ് റോയെ വെല്ലുന്ന രീതിയിലുള്ള യൂട്യൂബിൽ ഓരോ ആൾക്കാരും ചെയ്യുന്ന കാണാം. കേരള പോലീസിനോ CBIക്കോ ക്രൈംബ്രാഞ്ചിനോ അറിവില്ലാത്ത രീതിയിലാണ് യൂട്യൂബേഴ്സ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ടാണ്, അവരുടെ ഈ ക്ലിയർ എവിഡൻസ് ഉണ്ട് എന്ന രീതിയിൽ യൂട്യൂബേഴ്സ് ചെയ്യാറുണ്ട്. നമുക്ക് ആ ലെവലിലല്ല. ഇതൊരു പഠന ക്ലാസ്സാണ്. ആരെയും അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ വളച്ച് പറയുകയും അനാവശ്യ പദങ്ങൾ ആ യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന കാണാം. വളരെ മോശമോ അതൊക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യ പോലീസ് സംഘടനയാണ് സ്കോട്ട്ലൻഡ് യാർഡ്. അവർ പോലും ഈ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് എത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിത് പഠന ക്ലാസ് അതിൻ്റെ പേരിൽ വ്യക്തമായിട്ട് പറയുകയാണ്. ചില ആൾക്കാർ ചോദിച്ചല്ലോ യൂട്യൂബ് ചെയ്യത്തില്ലെന്ന്. വേണ്ട, ആ മേഖലയിലേക്ക് നമുക്ക് പോകണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാം, ഏത് സബ്ജക്റ്റും ചെയ്യാം. നമുക്ക് അല്പം കൂടിയൊക്കെ ഒരു നിലവാരത്തിലൊക്കെ പോകാം. കാണാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം തെളിവോടുകൂടിയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരെണ്ണം പോലും തെളിവില്ലാതെ ഊഹാപോഹങ്ങൾ പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇക്ക ചോദിച്ചു, ബോച്ചെ ജയിലിൽ പോകുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അതിന് മറുപടി അവിടെ കൊടുത്തില്ല. കാരണം കമൻറ്റ് ബോക്സിലേക്ക് വരാനായിട്ട് എനിക്ക് സമയമില്ല. ഇപ്പം കൺസൾട്ടേഷൻ്റെയൊക്കെ എണ്ണം കൂടി പല ആൾക്കാർക്ക്, കമ്പനികൾക്കും ഓരോ ആൾക്കാരുടെ പേര് മാറ്റുന്നു, പേര് പുതുതായിട്ട് ഇടുന്നു, അങ്ങനെയുള്ള തിരക്കാണ്. അത്ര നിസ്സാര കാര്യങ്ങളല്ലത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, ബോച്ചെ ജയിലിൽ പോകുന്ന കാര്യം എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന്. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ ബോച്ചയുടെ ആരാധകർ എന്നെ വെറുതെ വിടുമോ? ചീത്ത പറഞ്ഞ് കുളിപ്പിക്കും. പോയി കഴിഞ്ഞപ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ജയിലിൽ പോയത് എന്ന് പറയാം. നമുക്കങ്ങനെ ധാരാളം പേരുണ്ട്. നമ്മുടെ മന്ത്രിമാരെ പറ്റി പറയാൻ പറ്റും, ഈ ഫിലിം ആക്ടേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനൊക്കെ പറ്റി പറയാൻ പറ്റും. അനുഭവത്തിലൂടെ വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. ഓക്കെ, താങ്ക് യു. നമുക്ക് 7ൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എടുക്കാം. 7 പറ്റിയാണല്ലോ. ഏത് വിഷയം കിട്ടിയാലും ശരി 7ലേക്ക് അറിയാതെ പോവുകയാണ്. ഞാൻ മനഃപൂർവ്വമായിട്ട് എടുക്കുന്നതല്ല. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഓർ ഇൻസിഡൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ് റിലേറ്റഡ് ടു ദ നമ്പർ 7 ഓർ ഏജ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതാണ്. 7ൻ്റെ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം കുംഭമേള UP നടന്നല്ലോ, അല്ല നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുംഭമേളയിൽ ഈയിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവിടുത്തെ UP പോലീസ് സൈബർ സെൽ ശരിക്കും അന്വേഷിച്ചപ്പോൾ ആ അപകടമുണ്ടായി അധികം വൈകാതെ തന്നെ 16,000 പേരുടെ മൊബൈൽ സ്വിച്ച് ഓഫായി. 16,000. ഇതെൻ്റെ കണക്കല്ല കേട്ടോ, റിപ്പോർട്ട് കണ്ടാലേ അറിയാം. 16,000 പേരുടെ 16,000 മൊബൈൽ സ്വിച്ച് ഓഫ്. 16 എന്നാൽ 1 6 7 1 16 7 16 25 34 43 52 ആ ശ്രേണിയെല്ലാം വളരെ അപകടം പിടിച്ചതാണെന്ന് നമ്മുടെ ഇതിന് മുൻപായിട്ടുള്ള വീഡിയോസിലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ 16,000 പേരുടെ സ്വിച്ച് ഓഫ് ചെയ്തു? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ആ ചെയ്തവരെല്ലാവരും കണക്ക് കൂട്ടിക്കൊണ്ടാണോ? UP പോലീസിൻ്റെ സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ടാണ് ഈ പറയുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓഫ് ആവുകയും ചെയ്തു. അതിലേതാണ്ട് 5,000-ഓളം പേരെ ശരിക്കും മോണിറ്റർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ 16,000 പേര് വേറെ പുതിയ ഫോൺ നമ്പർ വെച്ച് ഓൺ ചെയ്തു.
അതെങ്ങനെ സംഭവിച്ചു? 16 ഒരു മിസ്റ്റിക് നമ്പറാണെന്ന് പറയാറില്ലേ? അതിൽ അപകടത്തിൽ ഓൺ ദ സ്പോട്ടിൽ 30 പേർ മരിച്ചുവെന്ന് നമ്മൾ ലൈവായിട്ട് ടി വിയിൽ കണ്ടതാണ്. അതിനോടൊപ്പം തന്നെ വളരെ ക്രിട്ടിക്കലായ രീതിയിലും ഹോസ്പിറ്റലൈസ്ഡായി. ആകെ മരിച്ചവരുടെ എണ്ണം 79 പേർ മരിച്ചവരാണ് റിപ്പോർട്ട്. ഒരു ഇംഗ്ലീഷ് പേപ്പറിലെ ഇംഗ്ലീഷ് ടി വിയിലെ ചാനലാണ് ഇതാണ്. നമ്മുടെ മലയാളം ചാനലുകാരൊന്നും ഇത് പബ്ലിഷ് ചെയ്യത്തില്ലോ. പൊതുവെയുള്ള കാര്യങ്ങൾ മരിച്ചു 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 എന്ന് പറയും. ഒരാൾ പറയുന്നത് തന്നെ അടുത്ത ആൾക്കാർ പകർത്തും. പക്ഷെ നമ്മളുടെ ഇതിനകത്ത് പറയുന്നതെല്ലാം ആധികാരികതയുണ്ട്. അപ്പോൾ 79 പേര് മരിച്ചു. 79 7 9 കൂടി ചേരുമ്പോഴേ എത്രയാണ്? 9 16. 7 അവിടെ വന്നു. 7ൻ്റെ ശ്രേണിയിൽപ്പെട്ടതാണ് ഈ 79. അതെന്താ അങ്ങനെ വരാൻ കാര്യം? അപ്പുറത്ത് 16,000 പേര് സ്വിച്ച് ഓഫ് ചെയ്തു മൊബൈൽ. ഇവിടെ 7ൻ്റെ ശ്രേണിയിൽപ്പെട്ട 79 പേർ മരിച്ചു. എനിക്കെപ്പോഴും അതിശയം തന്നെ, ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ കുംഭമേള എന്ന് പറയും മലയാളികൾ. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായ നാമം വടക്കേന്ത്യക്കാർ പറയുന്നത്, അവിടെ പറയുന്നത് കുംഭ് മേള എന്നാണ്. കുംഭ് KUMBHMELA. കുംഭ് മേളയിൽ 9 ലെറ്റേഴ്സ്, 9 ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു അപകടം പറയുന്നുണ്ട്. അപകടം, പിന്നെ അഗ്നിബാധ, സ്ഫോടനം പറയുന്നുണ്ട്. അവിടെ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് ദൂഷ്യമുണ്ടായി നമുക്കറിയാമല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, പറയുന്നതെല്ലാം കണ്ടതിന് ശേഷമാണ്, ടി വിയിലെ ന്യൂസ് കണ്ടുകൊണ്ടോ ആണ്. അപ്പോൾ കുംഭമേളയിൽ 9 ലെറ്റേഴ്സ് അപകടം. നിങ്ങളുടെ പേരിൽ 9 ഉണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ സൂക്ഷിച്ചോണം. വിസ്ഫോടനം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആക്സിഡൻറ്റ് ചെയ്യും. വാഹനങ്ങളൊക്കെ നിങ്ങൾ അമിതമായിട്ട് ഓടിക്കാൻ സാധ്യതയുണ്ട്. അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്നവർ 9 ആണെങ്കിൽ നിങ്ങളുടെ പേരിൽ, നിങ്ങൾ ജനിച്ച ഡേറ്റ് 9, 18, 27 ആണെങ്കിൽ പേരിൻ്റെ ടോട്ടൽ വാല്യൂവിൽ എവിടെയെങ്കിലേക്ക് 9 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് സൂക്ഷിക്കണം എന്നതാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കുടുംബക്കാരുടെയും നിങ്ങളുടെ സർക്കിളിലുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് ഈ സയൻസ് അപ്ലൈ ചെയ്യണം. കുംഭമേളയിൽ ടോട്ടൽ വാല്യൂ KUMBHMELA ടോട്ടൽ 32. 32 വന്നാൽ അറിയാമല്ലോ, ദേ ആർ മേക്കിംഗ് മണി. പണം എങ്ങനെ ഉണ്ടാക്കും? എൻ്റെ ആദ്യത്തെ പേരിൽ 32 SB അജിത് കുമാർ എന്ന ലെറ്ററിൽ. അതും കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെയാണ് ഐവൻ അജിത്തിലേക്ക് 33 മാറിയത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ 32 എന്നുള്ളൊരു വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും പണമുണ്ടാക്കാം. ഇവിടെ കുംഭമേളയിൽ വന്നത് സംഘടനാ ശക്തിയുണ്ട്, സംഘടിതമായ രീതിയിൽ പണമുണ്ടാക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ആത്മീയമായ ഒരു ബിസിനസ്സല്ലേ സത്യത്തിൽ. ബിസിനസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ വരുന്നവരെല്ലാം അവിടെ ആ പിൽഗ്രിം സെൻ്ററാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. കോടാനുകോടികളാണ് അവിടെ ഉണ്ടാക്കുന്നത്. 32ൻ്റെ സ്വാധീനമാണത്. ഈ 32ഉം 9ഉം കൂടി ചേരുമ്പോഴോ, അക്ഷരങ്ങളുടെ എണ്ണമായ 9ഉം 32 കൂടി വാല്യൂ ആയ 32 കൂടി ചേരുമ്പോൾ 41. വീണ്ടും അവിടെ 5 വന്നു, 4 വന്നു, 5. ഉറപ്പായിട്ടും പണമുണ്ടാകും. അവിടെ നഷ്ടത്തിൻ്റെ ഒരു കച്ചവടമില്ല. അപ്പം നിങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾക്കും ബിസിനസ്സൊക്കെ ആരംഭിക്കാം. ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപെട്ട് ജീവിച്ച് മുന്നോട്ട് പോകാമെന്നാണ്. പണമുണ്ടാക്കാൻ സാധിക്കും. എത്ര വീഡിയോയിലൂടെ ഞാൻ തെളിവ് ഉൾപ്പെടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റപ്പായിട്ട് പോകാം. നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റൊക്കെ നല്ലതാണ്. റിയൽ എസ്റ്റേറ്റ് പണം ഉണ്ടാക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് തന്നെ ഷോർട്ടായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗമാണല്ലോ. മോഷണമല്ല ഉദ്ദേശിച്ച് നല്ല ലെവലിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. നല്ല ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ ആകാൻ പറ്റും. 32ഉം 5ഉം 41 വന്നു കഴിഞ്ഞാൽ. അതാണ് കുംഭമേളയിൽ ഈ 41ഉം 32ൻ്റെ സ്വാധീനം കാരണമാണ് അത്ര കണ്ട് സാമ്പത്തികത്തിൻ്റെ ഒരു ഒഴുക്ക് വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? കുംഭമേള എന്നാണ്. കുംഭമേള ഒരു വ്യക്തിക്ക് എത്ര പേരുണ്ടോ ആ പേരെല്ലാം ആ വ്യക്തിയെ സ്വാധീനിക്കും. ഇതിനു മുൻപായിട്ട് നമ്മൾ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒറിജിനൽ നെയിം മോഹൻലാൽ വിശ്വനാഥൻ നായർ. നിയമപരമായിട്ട് പോകുമ്പോൾ ആ മോഹൻലാൽ വിശ്വനാഥൻ നായരുടെ റിസൾട്ടാണ് വരുന്നത്. അദ്ദേഹം അറിയപ്പെടുന്നത് മോഹൻലാൽ. മോഹൻലാലിൻ്റെ റിസൾട്ട് വേറെയാണ്, അനുഭവങ്ങൾ വേറെയാണ്. ലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് വേറെയാണ്. ലാലേട്ടൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അതിൻ്റെ റിസൾട്ട് വേറെയാണ്. അപ്പോൾ കുംഭമേള എന്നുള്ള ഔദ്യോഗികമായ അവിടെ അവരുടെ നാമം നമ്മൾ പറയുമ്പോൾ കുംഭമേള. കുംഭമേളയിൽ ലെറ്റർ 10 10 വന്നു കഴിഞ്ഞാൽ കർമ്മമേഖലയിൽ വിജയം. നിങ്ങളുടെ പേരിലും 10ൻ്റെ വാല്യൂ വന്നാൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിജയിക്കും.
പ്രശസ്തി കിട്ടും. പക്ഷേ മോശമായ രീതിയിൽ ചെയ്താൽ കുപ്രസിദ്ധിയായിരിക്കും, ജയിലിലും പോകാം, മോശക്കാരായിട്ട് കണക്ക് കൂട്ടും. കാരണം ആ സീറോയുടെ പ്രാധാന്യം അങ്ങനെയാണ്. ഒന്ന് പ്രശസ്തി കാണിക്കുന്നു. സീറോ എന്താ പറയുന്നത്, സ്പിരിച്വലായിട്ടുള്ള പ്രണവാകാരം എന്ന് പറയും. ദുഷ്ടത കണ്ടാൽ, മോശം കണ്ടാൽ, അന്യായം കണ്ടാൽ സീറോ നമ്മൾക്ക് എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവ് റിസൾട്ട് തരും. അതുകൊണ്ട് 10 നിങ്ങളുടെ പേരിൽ വന്നാൽ നിങ്ങൾ ആരെയും ദ്രോഹിക്കാതെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുംഭമേളയിൽ 10 വന്നതിൻ്റെ പേരിൽ എപ്പോഴും ആദരവും എല്ലാം ഉണ്ട്. അവിടെ ചെല്ലുന്നവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടും ആദരവോടുകൂടിയാണ് ചെല്ലുന്നത്, കുറച്ച് ആൾക്കാർ ഒഴിച്ച്. കുംഭമേളയുടെ ടോട്ടൽ വാല്യൂ 33 വന്നാൽ എല്ലാ വിധവും നമുക്ക് നേട്ടമുണ്ടാകും. നിങ്ങളുടെ പേരിൽ 33 ആക്കാനായിട്ട് 1-2 പേര് ചോദിച്ചിരുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് പറ്റത്തില്ല. ചില ഡേറ്റിൽ ജനിച്ചവർ 33ലേക്ക് ഒരു കാരണവശാലും പോകരുത്. ഉള്ള പ്രയാസം ഉണ്ടാകുമ്പോഴാണല്ലോ ഈ പേര് മാറ്റാൻ ഒരു താല്പര്യം തോന്നുന്നത്. 33 ഇട്ടാൽ വിജയം തന്നെയാണ്. ചില ആൾക്കാർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കൺസൾട്ടേഷൻ എടുത്തിട്ട് 33ലേക്ക് കയറാവുള്ളൂ. യൂട്യൂബ് കണ്ട് പേരിടരുത്, അപകടത്തിലേക്ക് പോകും. അപ്പോൾ കുംഭമേളയിൽ 33 എന്ന ലെറ്റർ വന്നതിൻ്റെ പേരിൽ, അക്ഷരം വാല്യൂ വന്നതിൻ്റെ പേരിൽ വളരെ പ്രശസ്തിയാണ്. മഹാലക്ഷ്മിയുടെ നമ്പരല്ലേ ഈ 33. കുംഭമേളയിലെ 10 ലെറ്റേഴ്സും കൂടി ആകുമ്പോൾ 33 10 43. 43 അവിടെ ഒരു ദുരിതമുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ലെവലിൽ അവിടെ 7ൻ്റെ സാന്നിധ്യം വന്നാൽ ദുരിതമുണ്ടാക്കും. ആർട്ടിഫിഷ്യലായിട്ടായാലും നാച്ചുറൽ ആയിട്ടായാലും എല്ലാം സ്വാഭാവികമായ രീതിയിൽ നല്ല ലെവലിൽ പോകാൻ ആഗ്രഹിക്കുന്ന സംഘാടകരാണ് അവിടെ. ഒരു ഭാരതം തന്നെ ഉറ്റുനോക്കുന്ന 12 വർഷവും 144 വർഷം കൂടുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് സംഘടിത വിരുദ്ധ ശക്തികളാണല്ലോ അവിടെ ഈ രീതിയിൽ തിന്മ കാണിച്ചത്. അത് അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല. അവരെപ്പറ്റി ഒരു കാരണവശാലും അനാവശ്യം പറയരുത്, നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. ബിക്കോസ് ഓഫ് ദാറ്റ് 43 ഈസ് ദേർ. മറ്റുള്ള ചാനലുകാരാണ് പറയും, അവനൊക്കെ അങ്ങനെ ചെയ്തില്ല, ഇന്നതാണ്, ഇന്ന മതക്കാരാണെന്നൊക്കെ പറയും. നമ്മളതൊന്നും എടുക്കുന്നില്ല. 43 വന്നാൽ അത് ഉണ്ടാകും. നിങ്ങളുടെ പേരിൽ 43 ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുപേരുൾപ്പെടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരുമായിട്ട് വരുമ്പോൾ, നിങ്ങളുടെ പേരിപ്പം അജിത്ത് എന്നായിക്കോട്ടെ, അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ പേര് കൂട്ടുമ്പോഴും 43 വന്നാൽ അവിടെ ഫ്രിക്ഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. 43 എപ്പോഴും ഭാഗ്യദോഷം തന്നെയാണ്, കലഹം. പിന്നെ 43ൻ്റെ പ്രത്യേകത ജലവുമായിട്ട് സമ്പർക്കം ഉണ്ടാകും എപ്പോഴും. അവിടെ കുംഭമേള എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങുക, അമൃതിൽ നീരാടുക എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം. അപ്പോൾ 43 അങ്ങനത്തെ കൂടി പ്രത്യേകത. അതിൻ്റെ സുപ്രീം അതോറിറ്റി ആരാണ്? ആക്ച്വലി യോഗി ആദിത്യനാഥ്. ഈ യോഗി ആദിത്യനാഥിൻ്റെ പേരിൽ 14 ലെറ്റേഴ്സ് ഉള്ളത്. 14 മീൻസ് 1 4 5 പണം ഉണ്ടാക്കും. 14 പണം ഉണ്ടാക്കിയിരിക്കും. പക്ഷേ അദ്ദേഹം സന്യാസി അതിൻ്റെ പേരിൽ സ്വന്തം കാര്യത്തിന് എടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴും പാടശേഖരങ്ങളിൽ ജോലി ചെയ്യുക, ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ ചെറിയ ജോലിയൊക്കെ ചെയ്തും ചെറിയ കടകളൊക്കെ നടത്തി ജീവിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പണം ഉണ്ടാക്കിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ചിലവഴിക്കുന്നത്. അപ്പോൾ 14 എന്ന ലെറ്റർ വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം സ്ട്രിക്റ്റ് പിടിച്ചിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും. ആരെങ്കിലും ഇല്ലീഗലായിട്ട് ആക്ടിവിറ്റീസ് കാണിച്ചാൽ അദ്ദേഹം അപ്പോൾ തന്നെ പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പണം നേടും. അതാണ് 14ൻ്റെ പ്രത്യേകത. പേരിലെ വാല്യൂ 39. 39 നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ ബുദ്ധികൂർമ്മതയുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം നല്ല അതീവ കുശാഗ്ര ബുദ്ധിക്കാരനാണ്. ഒരിക്കൽ കേരളത്തിൽ കുറച്ച് ആൾക്കാർ, ഒരു 1.5 വർഷം മുൻപാണ്, അത് ഞാൻ കണ്ടതാണ്, യോഗി ആദിത്യനാഥിൻ്റെ ഒരു കട്ടൗട്ട് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ വെച്ച് ചെരുപ്പ് മാല ഇട്ടുകൊണ്ട് കഴുത്തിൽ കയറിട്ടുകൊണ്ട് നിലത്തൂടെ വലിക്കുന്നത് കണ്ടു. കേരള ഗവൺമെൻറ് ആക്ഷൻ എടുത്തില്ല. കേരള ഗവൺമെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആഭ്യന്തര വകുപ്പ് പോലും അറിയാതെ യോഗിയുടെ ആൾക്കാർ വന്ന് അവരെ പൊക്കിക്കൊണ്ട് പോയി. അതാണ് അദ്ദേഹം അവിടെ മാത്രമല്ല ഭരിക്കുന്നത്. അവിടെ എന്തെങ്കിലും എതിരെ ആരെങ്കിലും രാജ്യദ്രോഹപരമായി കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നാട്ടുകാർ കൂടിയല്ലേ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ഷൻ വിജയിപ്പിച്ചത്. അത്രയും ഭൂരിപക്ഷം ഉള്ളപ്പം മറ്റുള്ള ന്യൂനപക്ഷക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടികൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ജനകീയമായ രാജ്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ
ഈ രീതിയിലൊക്കെ കാണിച്ചേ പറ്റൂ. കാരണം 39 പേരിൽ ഉള്ള വാല്യൂ. സന്യാസി ആണല്ലോ, അതിൻ്റെ പേരിൽ അവർക്ക് ഭൗതിക നേട്ടം കിട്ടത്തില്ല. നിങ്ങളുടെ പേരിൽ 39 വന്നാൽ ഭൗതികപരമായ നേട്ടങ്ങൾ കിട്ടില്ല. ഭൗതിക മീൻസ് എക്സ്റ്റേണലായിട്ട് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കിട്ടത്തില്ല. ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുശാഗ്ര ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാമ്പത്തികം നേടണം എന്നുണ്ടെങ്കിൽ പണമില്ലെങ്കിൽ നായയ്ക്ക് തുല്യം എന്നൊരു ചൊല്ലുമുണ്ട്. അപ്പോൾ 39 നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് മാറ്റിയേക്കുക. യോഗിയെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം സന്യാസിയാണ്. ഇനി മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പേരിലെ 39 അക്ഷരങ്ങളുടെ എണ്ണമായ 14 കൂടി ചേരുമ്പോഴെത്രയാണ്? 53. 53 എന്ന് പറഞ്ഞാൽ 5 3 8 ശനീശ്വരനെ കാണിക്കുകയാണ്. ശനീശ്വരൻ 53 വന്നാൽ സൂക്ഷ്മ നിരീക്ഷണം എപ്പോഴും ഉണ്ടാകും. അങ്ങ് 39 കുശാഗ്ര ബുദ്ധിയും 53 സൂക്ഷ്മ നിരീക്ഷണം കൂടിയാകുമ്പോഴോ വളരെ വിജിലൻ്റ് ആയിരിക്കും അവരെപ്പോഴും. നിങ്ങൾക്കിങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈക്കോളജി പഠിക്കാം, അല്ലെങ്കിൽ ഈ ഓക്കൾട്ട് സയൻസ്, ഈ നിഗൂഢശാസ്ത്രം പഠിക്കാം. ഡീപ്പ് നോളജ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അവരൊരു ക്ലർക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് സാധാരണ ഒരു ജോലിയാണെങ്കിൽ അവിടെ ഇത്തെക്കാളും കൂടുതലായിട്ട് ശോഭിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ശാസ്ത്രം പഠിച്ചാൽ. അത് നിങ്ങളുടെ പേരിൽ 53 ഉണ്ടെങ്കിൽ കുറ്റാന്വേഷണ വകുപ്പിലൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. ക്രിമിനോളജിയൊക്കെ നിങ്ങൾക്ക് വളരെയേറെ മോസ്റ്റ് സ്യൂട്ടബിൾ സബ്ജക്റ്റാണ്. ഈ കേൾക്കുന്ന പ്രായമുള്ള നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെയുള്ള ടേസ്റ്റ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ 53 വരുത്തി, കൺസൾട്ട് ചെയ്തിട്ടേ ആകാവുള്ളൂ, വരുത്തി ക്രിമിനോളജി പഠിപ്പിച്ചാൽ അവർക്ക് നല്ല വ്യക്തികളാകും. ഫോറൻസിക് ഒക്കെ നല്ലതാണ്. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, നല്ല ബുദ്ധിയുള്ളവരാണ് നല്ല ലെവലിൽ പോകും. കുശാഗ്ര ബുദ്ധിയുള്ളവരുണ്ടല്ലോ, ചില നെഗറ്റീവ് സമയത്ത് ജനിച്ച ആൾക്കാരിലേക്ക് അവരെ വളഞ്ഞ വഴിയെ കാണിക്കുകയുള്ളൂ. അപ്പോൾ 53 അവിടെ ഒരു അപകടമുണ്ട്. അപ്പോൾ കുശാഗ്ര ബുദ്ധിയുള്ള ആളെന്ന് വെച്ചാൽ നെഗറ്റീവ് സമയത്താണ് അവർ ജനിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കൺസൾട്ടേഷനിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള നാമകരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റോ ചെയ്യാവൂ. അല്ലെങ്കിൽ അത് വീണ്ടും വളരെയേറെ ദുരിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നാക്കും. ഇനി കുംഭ് മേള എന്നാണല്ലോ അതിൻ്റെ ഔദ്യോഗികമായ നാമം. മലയാളികളിലെ കുംഭമേള എന്ന് പറയുന്നത്. കുംഭമേളയിൽ 9 ലെറ്റേഴ്സ്. യോഗി ആദിത്യനാഥാണ് അത് ടോട്ടൽ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്, കമാൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. യോഗി ആദിത്യനാഥിൻ്റെ പേരിൽ 14 ലെറ്റേഴ്സ്. കുംഭമേളയിൽ 9 ലെറ്റേഴ്സ്. 9ഉം 14ഉം കൂടി കൂടുമ്പോൾ എത്രയാണ്? 14 9 23. കണ്ടോ, വിജയമല്ലേ? ഔചാരികമായിട്ട് വന്നാണ്. വളരെ വിജയമാണ് എല്ലാ കാര്യങ്ങളിലും. കുറച്ച് ഇങ്ങനെയുള്ള കൃത്രിമമായ ചില അപകടങ്ങൾ ഒഴിച്ച് മറ്റുള്ള സാമ്പത്തികമായിട്ട് അവിടെ വിജയമാണ്. പദ്ധതികളെല്ലാം പബ്ലിക് സപ്പോർട്ടോടുകൂടി വിജയിപ്പിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വേണം പോകാൻ. യോഗിയൊക്കെ അങ്ങ് വിട്ടേക്കുക, കുംഭമേളയെല്ലാം അങ്ങ് വിട്ടേക്കുക. നിങ്ങളൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള വൈബ്രേഷൻസാണ് വേണ്ടത്. സാമ്പത്തികമായിട്ട് നേട്ടം കിട്ടും. നമ്മൾ പറയുന്നതെല്ലാം, ക്ലാസ്സിൽ പറയുന്നതെല്ലാം തെളിവാണ്. ഊഹാപോഹങ്ങളൊന്നുമില്ല. ആരെയും ആക്ഷേപിക്കത്തില്ല. അവൻ ഇവൻ ചില യൂട്യൂബേഴ്സ് പറയുന്നത് കാണാം, സമൂഹത്തിൽ പറയാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് അനാവശ്യം പറയും. അതിന് ഇഷ്ടംപോലെ വ്യൂവേഴ്സും ഉണ്ട്. ഈ ക്ലാസ് കാണുന്ന ആൾക്കാർ വ്യൂവേഴ്സ് വളരെ കുറവാണെന്ന് എനിക്കറിയാം. ഇത് മതി. വാരി വലിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടണ്ട, വ്യൂവേഴ്സിനെയും കൂട്ടണ്ട. ചില ആൾക്കാർ ബുദ്ധിയൊക്കെ കാണുമ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, മൊസാദൊക്കെ ഒന്നുമല്ല. ഇവരൊക്കെ മൊസാദിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ഗുണം കിട്ടുമെന്നറിയാമോ? ഇവർ നേരിട്ട് കണ്ടതുപോലെ പറയുന്നത്. ശുദ്ധ അസംബന്ധം വാർത്തകളെ വളച്ചൊടിക്കുകയാണ് അവർ. അത് അവരുടെ രീതിയിൽ പോട്ടെ. ഇതൊക്കെ കൂടെ പറയുന്നത് നിങ്ങൾ സ്റ്റാൻഡേർഡ് വ്യൂവേഴ്സാണ്. ആദ്യമൊക്കെ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആകത്തില്ല. ഇതൊക്കെ ഈ പറയുന്നത് ശരിയാണോ? പ്രോണോളജി എന്ന വാക്ക് പോലും കേൾക്കാത്ത ആൾക്കാർ ആദ്യമൊക്കെ 1-2 വിമർശനമൊക്കെ ഉണ്ടായി. ഇപ്പോൾ എന്താണ്, അവരൊക്കെ നിശബ്ദരായിരിക്കുന്നു. കാരണം പല വീഡിയോസ് കാണുമ്പോൾ അറിയാം ഇതെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ കുംഭമേളയുടെ വാല്യൂ 32. കുംഭമേള വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ ആണ്. യോഗി ആദിത്യനാഥിൻ്റെ വാല്യൂ 39. 32ഉം 39ഉം കൂടി കൂട്ടുമ്പോൾ 71. 78 വീണ്ടും വന്നല്ലോ ശനിയുടെ ജാഗ്രത. അദ്ദേഹം ജാഗ്രതയോടുകൂടിയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. സൂക്ഷ്മ നിരീക്ഷണമാണ് ഈച്ച് ആൻഡ് എവരി പോർഷൻ ഓഫ് ദാറ്റ് ലാൻഡ്. അദ്ദേഹം
സാധാരണക്കാരനായിരുന്നു, അത് നമുക്കറിയാം. നിങ്ങളുടെ പേരിൽ ഇങ്ങനെ 71 വന്നാൽ നിങ്ങൾ തികച്ചും സാധാരണക്കാരനായിരുന്നു. ഒരു സമ്പന്ന കുടുംബത്തിൽ നിങ്ങൾ ജനിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി അധ്വാനിച്ച് നിങ്ങൾ എല്ലാ ജീവിത വിജയവും കൈവരിക്കും, നേടിയിരിക്കും. 71ൻ്റെ പ്രത്യേകതയാണ്. പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാനും മിടുക്കരാണ്. യോഗി ആദിത്യനാഥ് അന്ന് പറഞ്ഞു, യുദ്ധം ഇതാരംഭിക്കുന്നതിന് മുൻപായിട്ടേ പറഞ്ഞിരുന്നു, കുംഭമേളയെ ആരെങ്കിലും അവഹേളിച്ച് എന്തെങ്കിലും ചെയ്താൽ 7 തലമുറ വരെയും ഉള്ള പാഠം ഞാൻ പഠിപ്പിക്കുമെന്നും. എന്താ അടുത്ത ഒരു തലമുറയെന്ന് പറഞ്ഞില്ലല്ലോ, 2 തലമുറയോ 3 തലമുറയോ 4 തലമുറയോ 5 തലമുറയോ 6 തലമുറയല്ല പറഞ്ഞു, 7 തലമുറ. ഒരു സന്യാസി വര്യനാണ് പറഞ്ഞത്. നമ്മളും പറയാറില്ല ഇവർ 7 തലമുറ വരെ അനുഭവിക്കുന്നു. അപ്പോൾ 7 അങ്ങനെ വളരെ പ്രാധാന്യമുണ്ട്. ആ തലമുറയും 7ഉമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഏതെങ്കിലും ചാനൽ വീഡിയോയിൽ പറയാം. അപ്പോൾ അത് 71 വന്നതിൻ്റെ പേരിൽ വീണ്ടും അദ്ദേഹം കാഠിന്യ സ്വഭാവക്കാരനായി. സ്ട്രിക്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ വാർത്ത മലയാളം ചാനലൊന്നും കാണിക്കത്തില്ല അവർ. കുംഭമേളയുടെ 9ഉം നമ്പർ ഓഫ് ലെറ്റേഴ്സ് 9ഉം വാല്യൂ ആയ 32 കൂടി ചേരുമ്പോൾ 41. യോഗി ആദിത്യനാഥിൻ്റെ പേരിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം 14ഉം വാല്യൂ 39, അത് 53ആയി. അപ്പോൾ കുംഭമേളയും യോഗിയുടെയും കൂടി കൂടുമ്പോൾ ടോട്ടൽ കൂടുമ്പോൾ 41 + 53 94ആയി. 94. 9 4 13. 13 അറിയാമല്ലോ. 13ൻ്റെ അടുത്ത് എല്ലാവരും പോകരുത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ആ കുട്ടിയുടെ പേര് മാറണം, രൂപ അടച്ചു. പേര് മാറ്റാൻ ഫീസാണ് കേട്ടോ, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ വേണ്ടിയിട്ടാണ് ദക്ഷിണ. ഞാൻ പറഞ്ഞ ഫീസ് അടച്ചു. ആ കുട്ടിയുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് ചോദിച്ചപ്പോഴോ പറഞ്ഞു 13 ലെറ്റേഴ്സ് വേണമെന്ന്. 13ലേക്ക് എല്ലാവരും പോകരുത്. അപകടം പിടിച്ചൊരു നമ്പറാണ്. വളരെ അതും ഈ പറഞ്ഞ പോലെ വിജിലൻ്റായിട്ട് പോയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ കുട്ടിക്ക് പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. 7ാം തീയതി ജനിച്ച കുട്ടിയാണ്. അവർക്ക് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. പിന്നെ അതിൻ്റെ ട്രെയിനിങ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 13 13 സകലത നശിപ്പിക്കും. കുംഭമേള യോഗി ആദിത്യനാഥ് സകലത നശിപ്പിക്കുന്ന നമ്പറാണ്. അപ്പോൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് യോഗിക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം വർദ്ധിപ്പിച്ചു. കർശന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. എത്രയോ മൊബൈൽ ഫോണാണ് ക്യാമറ വെച്ചിരിക്കുന്നു. 25,000 ക്യാമറ വെച്ചിരിക്കുന്നത്. 25. ഇതൊന്നും എന്നെ കണ്ടുപിടുത്തല്ല കേട്ടോ, ഇതെല്ലാം റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ടുള്ള പറയുകയാണ്. 25,000 വീഡിയോസ് ക്യാമറ വെച്ചിരിക്കുന്നു. ആ 93ൻ്റെ പേരിലാണ് സൂക്ഷ്മത. അപ്പുറത്ത് 8 വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞിരുന്നത് കുംഭമേളയെ അധിക്ഷേപിച്ചാൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ആരായാലും ശരി 7 തലമുറ അനുഭവിക്കുന്ന പറയുന്നത്. നമുക്കിനി ചെറുതായിട്ടൊന്ന് എടുക്കാം. ഇവിടെ ലോക്സഭയിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് കേരളത്തിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ചെന്ന അദ്ദേഹം കുംഭമേളയെ അവഹേളിച്ചതായിട്ട് എല്ലാവർക്കും അറിയാം. ചൈനക്കാർ മറ്റുള്ള ടെക്നോളജി വർദ്ധിച്ചപ്പോൾ ഇവരിവിടെ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണെന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്. അത് വലിയ ചർച്ചയാണ്. പത്രക്കാരടുത്ത വാർത്ത വരുമ്പോഴേക്കും അല്ലെങ്കിൽ എല്ലാവരും അങ്ങ് മറക്കും. പക്ഷേ യോഗി ആദിത്യനാഥ് അദ്ദേഹം വളരെ നിരീക്ഷിക്കും. അങ്ങേയറ്റം പകയോടുകൂടി ജോൺ ബ്രിട്ടാസിനെ മോണിറ്റർ ചെയ്തിരിക്കും. കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോകുന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊരു ഇക്ക ചോദിച്ചല്ലോ. ആ ഇക്ക കേൾക്കുന്നുണ്ടേ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ പ്രവചനം നടത്താറില്ല. കാരണം പ്രവചനം നടത്തിക്കഴിഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചീത്ത വിളിക്കും. നമ്മളുടെ വീഡിയോയിൽ ഇത്രയും വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഒരുതരം പ്രവചനം തന്നെയാണ്, നടക്കാൻ പോകുന്ന കാര്യമാണ്. ജോൺ ബ്രിട്ടാസിനെ യോഗി ആദിത്യനാഥ് നോട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ അനാവശ്യമല്ല, കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ജോൺ ബ്രിട്ടാസിൻ്റെ പേരിൽ 11 ലെറ്റേഴ്സ് 11 ലെറ്റേഴ്സ് JOHN BRITTIS ജോൺ ബ്രിട്ടാസ് 11 ലെറ്റേഴ്സ്. യോഗി ആദിത്യനാഥിൻ്റെ പേരിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 14 പറഞ്ഞു. 11ഉം 14 കൂടി ചേരുമ്പോൾ എത്രയാണ്? 25. ആ കോമ്പിനേഷൻ ശരിയാകത്തില്ല. അദ്ദേഹം അത് നോട്ട് ചെയ്തിട്ടുണ്ട്, കണ്ണടയ്ക്കത്തില്ല. കാരണം ഒരിക്കൽ യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ കട്ടൗട്ടർ വെച്ചുകൊണ്ട് ചെരുപ്പുമാല കഴുത്തിലിട്ടുകൊണ്ട് കഴുത്തെ പിടിച്ച് വലിക്കുന്നത് മലയാളികളായ ചില ആൾക്കാർ, ചില പ്രത്യേക ഏരിയയിലുള്ള ആൾക്കാർ ചെയ്തിട്ട് പൊക്കി എടുത്തുകൊണ്ട് പോയോ? അതുവരെ ചെയ്യാമെങ്കിലാണോ കുംഭമേളയെ ഇത്രയും അവഹേളിച്ച് പറഞ്ഞത്? അത് ലോകം മുഴുവനും കേട്ടില്ലേ?
നമ്മൾ വട്ടന്മാരാണെന്നല്ലേ അദ്ദേഹം ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. കേവലം ആ പാർട്ടിയെ, ആ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലും ആ ഒറ്റ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുകയാണ്. ആരുടെ പ്രീതി കിട്ടാനായിട്ട്? യോഗി അദ്ദേഹത്തെ നോട്ട് ചെയ്തിരിക്കും. ഇതെൻ്റെ ഒരു പ്രവചനം തന്നെയാണ്. ഇനി ജോൺ ബ്രിട്ടാസിൻ്റെ പേരിൽ 35 വാല്യൂ, 8 ധാർഷ്ട്യം എപ്പോഴും ഉണ്ടാകും. യോഗി ആദിത്യനാഥിൻ്റെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? 39. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ 74 വരുന്നുണ്ട്. നമ്പർ ഓഫ് ലെറ്റേഴ്സായ 25 ടോട്ടൽ വാല്യൂ ആയ 74 കൂടി വരുന്നു. 39 കൂടി വരുന്ന 74 വന്നു കഴിഞ്ഞാൽ 7, 4, 11. ഇതിന് മതപരമായൊരു ടച്ചുണ്ട്. കുംഭമേള എന്ന് പറഞ്ഞാൽ ആക്ച്വലി മതപരമായ ടച്ചാണല്ലോ. ഹിന്ദുക്കളുടെ ഒരു പിൽഗ്രിം സെൻറ്റർ പോലെയാണല്ലോ അവിടെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ 74 അങ്ങനത്തെ ഒരു പ്രത്യേകത. ഈ ജോൺ ബ്രിട്ടാസ് അതിനെക്കുറിച്ചാണ് വിമർശിച്ചത്. അദ്ദേഹത്തിന് ഭൗതികമായ ഒരു നേട്ടവുമില്ല, സാമ്പത്തിക നേട്ടങ്ങളൊന്നും കിട്ടത്തില്ല. ജസ്റ്റ് ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, ഒരു വിടുവായടിച്ചതാണ്. അതിൻ്റെ ഭവിഷ്യത്ത്, ആ വീമ്പ് പറച്ചിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നമ്പർ ഓഫ് ലെറ്റേഴ്സായ 25 ടോട്ടൽ വാല്യൂ ആയ 74 കൂടി ചേരുമ്പോൾ എത്രയാണ്? 99. 9, 18. വെറുപ്പ്, വിദ്വേഷം. മഹാഭാരത യുദ്ധം കണ്ടില്ലേ? 18 ഡേയ്സ് ആയിരുന്നല്ലോ, 18 ദിവസമായിരുന്നല്ലോ. വിദ്വേഷമായിരുന്നല്ലോ, വെറുപ്പായിരുന്നല്ലോ, കലാപമായിരുന്നു, നാശമായിരുന്നു, നശീകരണം. ജോൺ ബ്രിട്ടാസിന് യോഗി ആദിത്യനാഥ് മുഖാന്തരം പ്രശ്നം ഉണ്ടായിരിക്കും. അദ്ദേഹം വൈരാഗ്യം സൂക്ഷിച്ചു മനസ്സിൽ കാത്തു സൂക്ഷിക്കും യോഗി. തക്കം കിട്ടിയാൽ UP-യിൽ കയറിയിട്ടുണ്ടോ? മിക്കവാറും തീരുമാനമാകുകയും ചെയ്യും. ഇത് ഞാൻ വെറുതെ കുറ്റം പറയുമല്ലോ കേട്ടോ, ക്ലാസ് വെച്ചതുകൊണ്ട് തന്നെ പറയുകയാണ്, ലെറ്റേഴ്സിൻ്റെ വെച്ചുകൊണ്ട്. ഇനി ഈ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണ്? പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ ആൻഡ് നാസിക്. പ്രയാഗ്രാജിന് 9 ലെറ്റേഴ്സാണുള്ളത്. ഹരിദ്വാറിന് 8 ലെറ്റേഴ്സ് പേരിൽ. ഉജ്ജയിൻ 6 ലെറ്റേഴ്സ്. നാസിക് 6 ലെറ്റേഴ്സ്. 6 ലെറ്റേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 9, 8, 16, 6, 22, 6, 21, 29 ലെറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ ആൻഡ് നാസിക് 29 ലെറ്റേഴ്സ്. ഇതിൻ്റെ വാല്യൂ പ്രയാഗ്രാജ് 20, ഹരിദ്വാർ 22, ഉജ്ജയിൻ 15, നാസിക് 17. അത് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 20 + 22 + 15 + 17 74. ആ 74ഉം നമ്പർ ഓഫ് ലെറ്റേഴ്സായ 29, പ്രയാഗ്രാജിൻ്റെയും ഹരിദ്വാറിൻ്റെയും ഉജ്ജയിൻ്റെയും നാസിക്കിൻ്റെയും കൂടി ചേർന്ന് 29 കൂടി വരുമ്പോൾ 103 വന്നത്. 103. ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. അക്ഷരങ്ങളുടെ എണ്ണവും വാല്യൂവും കൂടി 103. എന്തിനാണ്? മഹാകുംഭ് എന്നാണ് അതിന് പറയുന്നത്. ആ ചടങ്ങിൻ്റെ പേരാണ്. നമ്മൾ മലയാളിയിലാണ് പറയുന്നത് കുംഭമേള എന്ന്. മഹാകുംഭിൽ 9 ലെറ്റേഴ്സ്, വാല്യൂ 30 + 9 39. അങ്ങനെ ആ പ്രയാഗ്രാജിൻ്റെയും ഹരിദ്വാറിൻ്റെയും ഉജ്ജയിൻ്റെയും നാസിക്കിൻ്റെയും കൂടി കൂട്ടിയപ്പോൾ അവിടെ നമുക്ക് 103 കിട്ടി. ആ 103ഉം മഹാകുംഭിൻ്റെ 39 കൂടി കൂടുമ്പോൾ 142. 142 എന്നാൽ എത്രയായി? 1, 4, 5, 2, 7 ഇതിൻ്റെ ടോട്ടൽ സിംഗിൾ ഡിജിറ്റ് 7. 7 സ്പിരിച്വൽ നമ്പറാണ്. 7ഉം 8ഉം സ്പിരിച്വൽ നമ്പറാണ്. 7-ാം തീയതി ജനിച്ചവരും 8-ാം തീയതി ജനിച്ചവരും മറ്റുള്ളവരെ പോലെയല്ല. എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിയിക്കപ്പെടുകയും നിയമത്തിന് വിധേയനാകുകയും ചെയ്യും. ഈ 2 നമ്പർ സ്പിരിച്വൽ നമ്പേഴ്സാണ്. അത് ദൈവീകമായ കടാക്ഷമുള്ള നമ്പറാണ് സത്യത്തിൽ. അതിനെ ആൾക്കാർ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് ദൈവകോപം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്നൊക്കെ പറയുന്നത്. ഇത് സ്പിരിച്വലാണല്ലോ ഈ മഹാകുംഭ് അല്ലെങ്കിൽ കുംഭമേള. നിങ്ങളുടെ പേരിൽ 7 ഉണ്ടെങ്കിൽ, ഞാനെപ്പോഴും നമ്മൾ പറയുന്നതെല്ലാം മോശമായിട്ടാണ് തോന്നുന്നത്, ഊഹമല്ലോ, തെളിവല്ലേ തരുന്നത്. ഇത് സൂക്ഷിച്ചാൽ 7 പോലെ അല്ലെങ്കിൽ 8 പോലെ നല്ല ഒരു നമ്പർ ഇല്ല. അത്ര നല്ല നമ്പറാണ്. ദൈവവിശ്വാസമൊന്നും വേണമെന്നില്ല. മറ്റുള്ളവരെ പറ്റി പഴി പറഞ്ഞ് നടക്കാതിരുന്നാൽ മതി. പിന്നെ വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കുക, ഇതൊക്കെയാണ് ഇവർക്ക് ചെയ്യേണ്ട റെമഡീസ്. അല്ലാതെ ദേവാലയത്തിൽ പോയി ഒരു എന്താ അന്നദാനം ചെയ്യുക, എനിക്കതിനോട് യോജിപ്പില്ല. അഥവാ അന്നദാനം ചെയ്യുകയാണെങ്കിൽ, ഒരിക്കൽ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്ന ഒരു വ്യക്തി, അവിടെ ക്ഷേത്ര കമ്മിറ്റിക്കാർ വിളിച്ചു പറയുകയാണ്, ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ വകയാണ് അന്നദാനം. അന്നദാനം എന്നാൽ ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിന് ആഹാരം കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന മൂഢന്മാരായ കമ്മിറ്റി അംഗങ്ങളാണ് ഉള്ളത്.
ദേവസ്വം ബോർഡിലെ എന്നല്ല ഏത് ക്ഷേത്രത്തിലായാലും ശരി, ഇവർ വെറുതെ അങ്ങ് വിളിച്ച് പറയും. ഇവർക്കറിയാവോ ആർക്കെങ്കിലും ആഹാരം കൊടുത്തിട്ട് വിളിച്ച് പറയരുതെന്ന്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 7-ാം തീയതി 8-ാം തീയതി ജനിച്ചവർ, 7, 16, 25, 8, 17, 26 തീയതിയിൽ ജനിച്ചവർ നിങ്ങൾ അന്നദാനം ചെയ്തതെന്ന് നല്ലതായിരിക്കും. മാസത്തിൽ 1-2 തവണ ആയിക്കോട്ടെ, ഒരു അമാവാസിക്കോ ഒരു പൗർണമിക്കോ. പ്രായം ചെന്നവർക്ക് ചെരുപ്പ് മേടിച്ചു കൊടുക്കുക. ചെരുപ്പ്, ഇതൊക്കെ പരിഹാരങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങളിപ്പോൾ എനിക്കൊരു ഷൂവോ ഒരു ഫുഡോ മേടിച്ച് തന്നിട്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല, പുണ്യം കിട്ടത്തില്ല. കാരണം ഒരു ചെരുപ്പ് മേടിക്കാനോ ഒരു ഫുഡ് മേടിച്ച് കഴിക്കാനോ എൻ്റെ കയ്യിൽ സാമ്പത്തികമുണ്ട്. ഇതിനോട് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എത്രയോ പേരുണ്ടെന്നറിയോ നമ്മുടെ ചുറ്റുപാടും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ കൊടുത്ത് ശീലിച്ചാൽ നിങ്ങളിലേക്ക് പുണ്യം വരുന്നിരിക്കും. അപ്പോൾ 7-കാരും 8-ാം തീയതിക്കാരും അധികം ഭയപ്പെടേണ്ടതില്ല. സൂപ്പർ സ്പിരിച്വൽ നമ്പറാണ്. ഇനി മറ്റൊരു റിപ്പോർട്ട് കിട്ടി. യോഗിയുടെ ഭരണത്തിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട്, ഇപ്പോൾ ജസ്റ്റ് 7 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, 7 വർഷത്തെ റിപ്പോർട്ട് കിട്ടി. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ 12,964 12,964 മരണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ എൻകൗണ്ടറാണ് പറഞ്ഞത്. നിയമവിരുദ്ധമായിട്ട് ജീവിച്ച ആൾക്കാരെ, പെരുമാറിയ ആൾക്കാരെ 12,964 വരെ കൊന്നു, അല്ലെങ്കിൽ അവർ മരിച്ചു. ഈ 12,964 അദ്ദേഹത്തിൻ്റെ ആ റൂളിംഗ് പീരീഡ്, 7 വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായി? 12,964 ഡിവൈഡഡ് ബൈ 7 എന്നാൽ 1852. 1852. അത് കണക്ക് കൂട്ടിക്ക്. 8 3 9 5 14 2 16 16 എന്നുള്ള നമ്പർ കിട്ടി. 7 തട്ടിക്കൊണ്ട് പോയി 7 വർഷം. ഇനി അതിനൊരു മാറ്റവും ഇല്ല. 7 വർഷത്തെ റിപ്പോർട്ടാണ് ഇത്. ഇനി 8 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. മിക്കവാറും അതും ആവറേജ് വരുമ്പം 7 ആയിരിക്കും. 7 പേരുണ്ട്, അല്ലെങ്കിൽ 16. ഒരു വർഷം 1852 പേരാണ് മരിക്കുന്നത്. നമുക്കൊന്നും അറിയത്തില്ല, ഒക്കെ രഹസ്യമായിട്ടങ്ങ് പോകും. കൊടും കുറ്റവാളികളുടെ കാര്യം മാത്രം നമ്മളൊന്ന് അറിഞ്ഞെങ്കിലായി. അപ്പോൾ 7 സ്പിരിച്വൽ നമ്പറാണ്, ദൈവികമായ നമ്പറാണ്. സൂക്ഷിച്ചു പോയാൽ ബ്ലെസ്സിങ്സ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു ചെറിയ കണക്ക് കൂടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബംഗാളികൾ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാം, പെരുമ്പാവൂരാണെന്ന്. മറ്റുള്ള സ്ഥലങ്ങളെക്കാളും കൂടുതലായിട്ട് പെരുമ്പാവൂരാണ്. ഒരു ക്രൈം ഏരിയയാണ്. ഇപ്പോൾ എന്നോട് അവിടെയുള്ളവർ ആരെങ്കിലും പറയാം, അജിത്തെ ഒരു 50 സെൻറ്റ് സ്ഥലവും ഒരു നല്ല ഒരു കെട്ടിടവും വീടൊക്കെ ഉണ്ട്, 2 നില കെട്ടിടമൊക്കെ ഉണ്ട്, ചെറിയ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. കാരണം ഒരു ബാഡ് ഇമേജാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെയുള്ള ധാരാളം പേര് നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ടാകാം, പക്ഷേ അവരുടെ ഉള്ളിലൊരു എപ്പോഴും ഒരു ത്രട്ടണിങ് കാണും. ഇപ്പോൾ കോട്ടയത്ത് അയ്മനം വഴി ഏത് പാതിരാത്രി കാണുന്നില്ല, അവിടെ ഒരു വയലൻറ്റും കാണത്തില്ല. അവിടെ അങ്ങനെ ബംഗാളികൾ ഇല്ല എന്ന് പറയാം. വല്ല കെട്ടിടം പണിക്ക് വരുന്നു, അവിടെയൊന്നും ആരും സ്റ്റേ ചെയ്യാറില്ല. പക്ഷേ പെരുമ്പാവൂർ ക്രിമിനൽസിൻ്റെ കേന്ദ്രമാണെന്ന് ഞാൻ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ കഞ്ചാവ് അടിച്ച്, കഞ്ചാവ് മറ്റേ ഇപ്പോഴത്തെ മരുന്നും ഒക്കെ MDMA മദ്യപിച്ച് അവർ തെരുവായിട്ട് അവിടെ ഒരു സ്ട്രീറ്റ് തന്നെ കിടക്കുകയാണ്. അതിലെ ധൈര്യമായിട്ട് ആരെങ്കിലും പോവുമോ? പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ ബംഗാളികളുടെ കേന്ദ്രം. പെരുമ്പാവൂരിൻ്റെ നമ്പർ എത്രയാണ്? PREMBAAVOR പെരുമ്പാവൂർ 11 ലെറ്റേഴ്സ്, 11 ലെറ്റേഴ്സ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 50. നിങ്ങൾ കണക്ക് കൂട്ടിക്കൂ. 50ഉം 11ഉം എത്രയാണ്? 61. 7 പെരുമ്പാവൂരിൻ്റെ നമ്പരാണ്. അവിടെ ആരാ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ബംഗാളികൾ. ബംഗാളി എന്ന പേരിനകത്ത് 7 ലെറ്റേഴ്സ് ഉള്ളത്. ബംഗാളിയുടെ ടോട്ടൽ നമ്പർ എത്രയാണ്? വാല്യൂ എത്രയാണ്? 20. ബംഗാളിയുടെ നമ്പേഴ്സ് 7ഉം വാല്യൂ 20ഉം കൂടി കൂട്ടുമ്പോൾ 27. പെരുമ്പാവൂരിൻ്റെ നമ്പർ 61ഉം വാല്യൂ 50 കൂടി കൂട്ടുമ്പോൾ 61. 27ഉം 61ഉം കൂടി കൂടുമ്പോൾ 88. 8 തൊട്ടും 16, 6 1 7. കണ്ടോ അവിടെ വന്നത്? കേരളത്തിൽ വേറെ സ്ഥലമൊന്നുമില്ലായിരുന്നു ഇത്രയും ആൾക്കാരുടെ കൂടെ. എന്ത് സെൻസസ് എടുത്താലും ശരി, പെരുമ്പാവൂരാണ് ബംഗാളികളുടെ എണ്ണം കൂടുതൽ. ഇനി അവിടെ അപകടങ്ങളൊക്കെ ഉണ്ടാകാം, എല്ലാം ഒന്നും നമുക്ക് അറിയാനും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവിടെ 7 വന്നു. ദുരന്തമാണ് ആ സ്ഥലം. ഗവൺമെൻറ് സ്ട്രിക്റ്റ് പിടിച്ചില്ലെങ്കിൽ അത് ദുരന്ത പ്രദേശം തന്നെയായിത്തീരും. ഞാൻ ആദ്യമായിട്ട് പെരുമ്പാവൂരിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന ആധ്യാത്മികമായ പല കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊരു ജിഷ കൊലപാതകമാണ് ആദ്യമായിട്ടൊക്കെ എൻ്റെയൊക്കെ ശ്രദ്ധയിൽ വരുന്നത്. പെരുമ്പാവൂരായിരുന്നു ആദ്യമേ ബംഗാളികളുടെ തുടക്കമെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് അത്ര ആധികാരികമായിട്ട് പറയില്ല, പക്ഷെ ഞാൻ കേട്ടിരിക്കുന്ന പെരുമ്പാവൂർ ദുരന്ത പ്രദേശമായിരിക്കുകയാണ്. അതിനുശേഷം ഗവൺമെൻറ് സ്ട്രിക്റ്റ് പിടിക്കുകയാണെങ്കിൽ ഇത്രയും ആകത്തില്ലായിരുന്നല്ലോ. ഇനി ഇത് അടുത്ത് ഒന്നുകൊണ്ട് നമുക്ക് നിർത്തിയേക്കാം. ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് നമ്മൾ ലോക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വലിയ CID വെല്ലുന്ന
റോയെ വെല്ലുന്ന ആൾക്കാരുണ്ടല്ലോ ഒന്ന് പറയാനായിട്ട്. എന്നാലും നമ്മളൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഏഴുമായിട്ട് ടച്ചുള്ളതാണ്. ഈയിടെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഒരു കലാരാജു എന്ന CPIM പ്രവർത്തക കഴിഞ്ഞ 25 വർഷമായിട്ട് CPMലാണ്. അവിടുത്തെ മുനിസിപ്പൽ മെമ്പറാണ്, മുനിസിപ്പൽ കൗൺസിലറാണ്. കൂത്താട്ടുകുളത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 14, പേരിൻ്റെ വാല്യൂ 56. 56ഉം 14ഉം കൂടി ചേരുമ്പോൾ 70. കൂത്താട്ടുകുളത്തിൻ്റെ വാല്യൂ ആണ് 70. അവിടെയാണ് ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തിയായ കലാരാജു എന്ന സ്ത്രീയെ കുറച്ച് പാർട്ടിക്കാർ കൂടി ആക്ഷേപിച്ചത്. അവർ തന്നെ പറഞ്ഞല്ലോ, സ്ത്രീ അവരുടെ പാവാടയുടെ വള്ളിയെ പിടിച്ച് വലിച്ചു എന്നൊക്കെ പറയാൻ എനിക്ക് തന്നെ ലജ്ജയുണ്ട്. നമ്മൾ കണ്ടതാണ്, നിങ്ങളും പല ആൾക്കാരും കണ്ടതാണ്. കലാരാജുവിൻ്റെ പേരിൽ 8 ലെറ്റേഴ്സ്, അവരുടെ പേരിൻ്റെ വാല്യൂ 17. 17 വിട്ട് എത്രയാണ്? 25. അപ്പോൾ അവരുടെ പേരിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേരിൽ 25 വന്നാൽ ദയവായിട്ട് നിങ്ങളത് മാറ്റാൻ ശ്രമിക്കണം. കൺസൾട്ട് എന്നെ കാണുന്നല്ല, ആരെങ്കിലും കൺസൾട്ട് ചെയ്തേ ആകുള്ളൂ, അല്ലെങ്കിൽ അത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകും. 7ാം തീയതി ജനിച്ച ആൾക്കാർക്ക് ചില പ്രത്യേക ലെറ്റേഴ്സ് വേണം. നിങ്ങൾ ഏത് സമയത്താണോ നിങ്ങൾക്കിപ്പോൾ ഒരു 30 വയസ്സായി എന്ന് വയ്ക്കുക, 30ാമത്തെ വയസ്സിൽ പേര് മാറ്റുന്നു നിങ്ങൾ പറയും. പക്ഷേ നിങ്ങളുടെ പേര് കലാരാജു എന്നാണെങ്കിൽ, അല്ലെങ്കിൽ രാജീവൻ എന്നാണെങ്കിൽ, നിങ്ങൾ അതിൽ ഏത് ലെറ്ററിലാണ് ജീവിക്കുന്നതെന്ന് ഒരു പ്രോണോളജിസ്റ്റിന് മാത്രമേ അറിയാവുള്ളൂ. ന്യൂമറോളജിസ്റ്റിന് അറിയത്തില്ല ഏത് ലെറ്ററിലാണ്. ആ ലെറ്റർ വെച്ചുകൊണ്ട് വേണം ഓരോ പേരും ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കലാരാജുവിൻ്റെ പേരിൽ 25 വന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് അവരുണ്ടായിരുന്നു. അവർ CPIMലായിരുന്നു. CPIM ഒക്കെ കാലക്രമേണ ഇല്ലാതാകും കേട്ടോ. ഈ പാർട്ടിക്കാരെങ്കിലും കേട്ടാൽ ചീത്ത വിളിക്കരുത്. നമ്മളൊരു ന്യൂമറോളജിസ്റ്റാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്ന ആളല്ല, വോട്ട് ചെയ്യാനായിട്ട് പ്ലാനും ഇല്ല, ഒരു താല്പര്യമില്ല. ഞങ്ങൾ കുടുംബക്കാരും വോട്ട് ചെയ്യാൻ പോകുന്നതല്ല. ഞാൻ പണ്ടങ്ങാണ്ട് ഒരു വോട്ട് ചെയ്തേ ഉള്ളൂ 22ാമത്തെ വയസ്സിൽ, എന്നാൽ എൻ്റെ ഓർമ്മ കിടക്കുന്നത്, അല്ലാതെ ഒന്നും ചെയ്യില്ല. എനിക്ക് വോട്ടേഴ്സ് കാർഡ് ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്, ആധാർ കാർഡുണ്ട്. ഇനി അവരിപ്പോൾ കോൺഗ്രസ്സിലേക്ക് മാറിയിരിക്കുക. കോൺഗ്രസ്സുകാരുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സമരമൊക്കെ കണ്ടായിരുന്നു. അവരുടെ പേരിൻ്റെ അകത്തെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 8. കോൺഗ്രസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 8 വിട്ടും 16. അവിടെ നിന്ന് കാലക്രമേണ പോകും. ഇപ്പോഴത്തെ പാർട്ടി കോൺഗ്രസ്സുകാർ അവരെ പൊക്കിയെടുത്തൊരു വാർത്തയൊക്കെ ആക്കാനായിട്ട് അവരെ കൊട്ടുപിടിച്ചിരിക്കുക. അതിൻ്റെ പിന്നിലെ സംഭവങ്ങളൊക്കെ അറിയത്തില്ല, ബാങ്കുമായിട്ട് ലോൺ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പാർട്ടിക്കാരൊക്കെ അവരെ തള്ളിക്കളഞ്ഞോളൂ. ഇതൊക്കെ നിങ്ങൾ കണ്ട് പഠിച്ചോണം. നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിലേക്കൊക്കെ പോയി സജീവ പ്രവർത്തകനായി അല്ലെങ്കിൽ പ്രവൃത്തിയായി ഷൈൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഇതൊക്കെ ആയിട്ടൊന്ന് വാല്യൂ കണക്ക് കൂട്ടണം. നിങ്ങൾ ഏതെങ്കിലും സംഘടനയായിട്ട്, രാഷ്ട്രീയ സംഘടനയല്ല, ഇനി ഒരു മതപരമായ സംഘടനയാണെങ്കിലും ശരി, ഏതെങ്കിലും യൂണിറ്റുമായിട്ടൊക്കെ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് എനിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് സ്വയം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സ്റ്റഡി ക്ലാസ് 8 to 16. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. 37-38 മിനിറ്റായി. താങ്ക് യു വെരി മച്ച്.